ഹമാസിനെ ഭീകര സംഘടനയായിട്ടാണ് ഇസ്രായേൽ കണക്കാക്കുന്നത്. ഹമാസിനെ ഗസയിൽ നിന്ന് പുറത്താക്കാനും ശേഷിക്കുന്ന ബന്ദികളെ ഇസ്രായേലിന് വിട്ടുനൽകാനും ഗസയിലെ ഫലസ്തീൻകാരോട് കാറ്റ്സ് ആവശ്യപ്പെട്ടു. അതാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏക മാർഗമെന്ന് പറഞ്ഞു. പതിറ്റാണ്ടുകളായി ഗസയുടെ വടക്കുകിഴക്ക് അതിർത്തികളിൽ ഇസ്രായേലിന് സുരക്ഷാ മേഖലയായിട്ടുണ്ട്. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ അതിർത്തിയിൽ താമസിക്കുന്നവരുടെ സുരക്ഷയ്ക്കും ഗസയിലെ സുരക്ഷാ മേഖല നിർണായകമാണെന്ന് ഇസ്രായേൽ കരുതുന്നുണ്ട്. ഫലസ്തീൻകാരെ ഗസയിൽ നിന്ന് പുറത്താക്കി അവിടം വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ ലക്ഷ്യമിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഗസ പുനരധിവാസ പദ്ധതിയെ ഇസ്രായേൽ പിന്തുണയ്ക്കുന്നുണ്ട്. യുദ്ധാനന്തരം ഗസയുടെ സുരക്ഷാ ചുമതല ഇസ്രായേൽ ഏറ്റെടുക്കുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചിരുന്നു. എന്തായാലും ഹമാസിന്റെ നിരായുധീകരണവും പൂർണ്ണ പരാജയവുമില്ലാതെ ഒരു കരാറിനുമില്ലെന്നാണ് നെതന്യാഹു നിരന്തരം വ്യക്തമാക്കുന്നത്. അതേസമയം തെക്കൻ ഗസയിലെ റഫ നഗരത്തെ ഒറ്റപ്പെടുത്താനും പ്രദേശത്തെ 3 മേഖലകളായി വിഭജിക്കാനുമുള്ള പദ്ധതി ഇസ്രായേൽ സേന നടപ്പിലാക്കുകയാണ്. വടക്കൻ അതിർത്തി ഇതിനകം തന്നെ സേനയുടെ നിയന്ത്രണത്തിലാണ്. ആയുധം താഴെ വെച്ചാൽ ഹമാസ് നേതാക്കളെ ഗസ വിടാൻ അനുവദിക്കാമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. ഹമാസിന് മേലുള്ള സൈനിക സമ്മർദ്ദം ഫലം കാണുന്നതായും നെതന്യാഹു അവകാശപ്പെട്ടിരുന്നു. ക്യാബിനറ്റ് മീറ്റിംഗിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്.